ഹല്ലേലൂയ. ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഇങ്ങനെ നമുക്കൊരുമിച്ച് ദൈവസഭയിൽ ഒരുമിച്ച് കൂടുവാൻ തക്കവണ്ണം ലഭിച്ച എല്ലാ ദൈവകൃപയ്ക്കായും ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. നിസ്സഹായതയിൽ മാത്രമേ ഒരു മനുഷ്യൻ ആശ്രയിക്കത്തുള്ളൂ. അതൊരു ഫാക്റ്റാണ്. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും എല്ലാം പറ്റുന്ന ഒരു വലിയൊരു പ്രോബ്ലമാണ്. നിസ്സഹായത വരുമ്പോഴാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അല്ലാത്തപ്പോൾ നമ്മൾ ദൈവത്തെ വിളിക്കത്തില്ലെന്നൊന്നുമില്ല. അല്ലാത്തപ്പോഴും നമുക്കെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ കർത്താവിനെ കളഞ്ഞൊന്നും പോകത്തൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഏകദേശം കർത്താവ് വീണ്ടും ജനിച്ച ദൈവമക്കളൊന്നും കർത്താവിനെ അങ്ങനെ പെട്ടെന്നൊന്നും കളഞ്ഞൊന്നും അങ്ങ് പോകത്തൊന്നുമില്ല. പക്ഷേ ആ ആശ്രയം പൂർണ്ണമാകണമെങ്കിൽ ഇടയ്ക്കൊക്കെ നമുക്ക് നിസ്സഹായതയുടെ ഒരു സ്റ്റേജ് ഉണ്ടാകണം. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലാത്തപ്പോൾ നമ്മൾ ദൈവത്തെ വിളിക്കത്തില്ലെന്നല്ല, നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നാണെന്നൊന്നുമല്ല. പക്ഷേ ആ ആശ്രയം പൂർണ്ണമാകുന്നത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം നിസ്സഹായതയിലാണ്. കാര്യം നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി കർത്താവേ ഇന്ന് ഉച്ചയ്ക്ക് എനിക്ക് ഭക്ഷണം തരണമേ എന്നൊന്നും നമ്മളങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും ചാൻസില്ല. പക്ഷേ ഉച്ചക്കലത്തേക്ക് ഭക്ഷണം കഴിക്കാൻ ഇല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കും ഓട്ടോമാറ്റിക്കായിട്ട്. രോഗമൊന്നും ഇല്ലാത്തപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷേ ആ ഒരു തീവ്രതയോടുകൂടെ പ്രാർത്ഥിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നത് എപ്പോഴാണ്? നമ്മുടെ പ്രതിസന്ധിയുടെയും മറ്റും സമയത്താണ്. മറ്റൊരു പ്രത്യേകത കൂടെ ഈ പ്രതിസന്ധികളിൽ നമുക്കുണ്ടാകുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ദൈവസാന്നിധ്യം നമുക്ക് കൂടുതൽ അറിയാൻ പറ്റും. നിസ്സഹായതയിലാണ് നമ്മൾ ആശ്രയിക്കുന്നത് തന്നെയല്ല, ആ ആശ്രയിക്കുന്ന നമുക്ക് ആ ദൈവത്തിൻ്റെ സാന്നിധ്യം കുറേ കൂടെ ക്ലോസ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയണം. ചിലർ റിബല്യസ് ആകും, അങ്ങനെയുണ്ട്. അങ്ങനെ പലപ്പോഴും സംഭവിക്കുന്നുണ്ട്, റിബല്യസ് ആകുന്നുണ്ട്. പക്ഷെ റിബല്യസ് ശരിക്കും ദൈവികമായ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ നമ്മളങ്ങനെ റിബല്യസ് ആകാനായിട്ട് പാടില്ല. വേദോസത്തിലൊരു വാക്യമാണല്ലോ, നമ്മളെപ്പോഴും പറയുന്നൊരു വാക്യമാണ്, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണ. അല്ലാത്തപ്പോഴും തുണയാണ്. കഷ്ടമില്ലാത്തപ്പോഴൊക്കെ കർത്താവ് നമ്മളെ കൈവിടുന്നതല്ല അതിൻ്റെ അർത്ഥം. കഷ്ടമില്ലാത്തപ്പോഴും അവൻ തുണയാണ്. പക്ഷേ കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണ. അതൊരു വലിയ അനുഭവമാണ്. നമുക്ക് ഈ അൺനോൺ ഫുട് പ്രിൻറ്റ്സ് എന്ന് പറഞ്ഞ് നമ്മളൊക്കെ ഈ ഒരു പോസ്റ്റർ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. അതൊരു മനുഷ്യൻ സ്വപ്നം കണ്ട ഒരു കാര്യമാണ്. ദൈവം അവൻ കടന്നുപോയ ജീവിത സാഹചര്യങ്ങളിലൂടെ ഒന്ന് നടത്തി, നീ ഒന്ന് കാണ്, എങ്ങനെയുള്ള സാഹചര്യത്തിലൂടെയൊക്കെയാണ് നീ പോയതെന്നൊന്ന് കാണ്. അപ്പോൾ അവൻ നോക്കിയപ്പോൾ ഒരു സമുദ്രതീരത്തൂടെ അവൻ നടന്ന കാര്യം അവനിങ്ങനെ ഓർത്തു. അപ്പോൾ അത് ഇവനെ കാണുകയാണ്. സമുദ്രതീരത്തൂടെ ഇങ്ങനെ ഇവനെ നടന്നു പോയ ആ സ്ഥലത്തൂടെ കർത്താവ് പിന്നെ അവനെ സ്വപ്നത്തിൽ ഇങ്ങനെ കൊണ്ടുപോവുക. അങ്ങനെ കൊണ്ടുപോയപ്പോൾ ഇവനെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, 2 പേരുടെ പാദമുദ്രകൾ അവിടെയുണ്ട്. അപ്പോൾ അവൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഞാനിവിടെ ഒറ്റയ്ക്കായിരുന്നല്ലോ, എൻ്റെ കൂടെ ആരും ഇല്ലായിരുന്നു. പിന്നെ ഇതാരുടെയായി അടുത്ത പാദമുദ്ര? എൻ്റെ കൂടെ ആരും ഇല്ലായിരുന്നല്ലോ, ഞാൻ ഒറ്റയ്ക്കായിരുന്നല്ലോ, പിന്നെ എങ്ങനെയാണ് ഈ ഫുട് പ്രിൻറ്റ്സ് ഇവിടെ വന്നത് വേറൊരാളുടേത്? അങ്ങനെ കർത്താവ് പറഞ്ഞു, മോനെ, അത് നീ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നീ നടന്നപ്പം ഞാനും നിൻ്റെ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. അത് നിൻ്റെ കാൽപാദമുദ്രയോട് ചേർന്ന് കാണുന്നത് എൻ്റെ കാൽപാദമുദ്രകളാണ്. അപ്പോൾ ഇവന് ഭയങ്കര സന്തോഷം തോന്നി. കണ്ടില്ലെങ്കിലും അതൊന്നും അവൻ അന്നേരം ഒന്നും കണ്ടുവൊന്നുമില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തിൻ്റെ സാന്നിധ്യമൊന്നും നമ്മൾ പലപ്പോഴും അങ്ങ് പെട്ടെന്നൊന്നും അറിയണമെന്നൊന്നുമില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ അറിയും. അന്നേരമാണ് നമ്മൾ വല്ലപ്പോഴും ഒരു സ്തോത്രമെങ്കിലും പറയുന്നത്, അല്ലെങ്കിൽ സ്തോത്രം പറയത്തുമില്ല. അപ്പം ഞാൻ ഈ കഥ നിൽക്കട്ടെ, അതിനിടയ്ക്കൊരു കഥയുണ്ട്. ഒരു മിഷനറി വളരെ വിദൂരമായ ഒരു രാജ്യത്ത് പോയി ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു ചെറിയ വീട് കെട്ടി അവിടെയുള്ള ആളുകളോടെല്ലാം സുവിശേഷം അറിയിച്ച് സഭകളുമൊക്കെ ഉണ്ടായി. അധികം സഭകളൊന്നുമല്ല, പക്ഷേ അദ്ദേഹം ഒത്തിരി കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചു. ഗ്രാമമാണ്. അപ്പോൾ ഇന്നത്തെ കാലമല്ല, പണ്ടത്തെ കാലമാണ്. അപ്പോൾ പണ്ടത്തെ കാലത്ത് ഈ വണ്ടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ കുതിരപ്പുറത്താണ് പോകുന്നതൊക്കെ. അപ്പോൾ വളരെ ഇടുങ്ങിയ വഴി കൂടെയൊക്കെയാണ് ഈ കുതിരപ്പുറത്ത് പാറക്കെട്ടുകളുടെ മുകളിലൂടെ കയറി വേണം അവിടെ ചെല്ലാൻ. റോഡൊന്നുമില്ല, അങ്ങനെ വലിയ റോഡോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെ 40 വർഷം ഇദ്ദേഹം അധ്വാനിച്ചു. ഒത്തിരി അങ്ങ് പ്രായമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായം മാത്രമല്ല, അങ്ങ് ക്ഷീണിതനായി.
അപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് അവർ പറഞ്ഞു, വേറൊരാളെ നമുക്ക് വിടണം, ഇദ്ദേഹത്തിന് ഇനിയും ഈ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനുള്ള ഒരു ത്രാണിയില്ല, അതുകൊണ്ട് നമുക്ക് മറ്റൊരാളെ വിടണം. അപ്പം തിയോളജിക്കൽ എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞ് വളരെ മിടുക്കനായ ഒരാൾ, അവന് ഇതുപോലെ ഈ ഗ്രാമത്തിൽ പോയി പ്രവർത്തിക്കാനുള്ള ഒരു ദൈവവിളിയൊക്കെ ഉണ്ട്. അപ്പോൾ അവനെ അവർ ചൂസ് ചെയ്തു. അവൻ വന്ന് ഇവിടെയൊക്കെ നോക്കി. പക്ഷേ അവൻ പറഞ്ഞു, എനിക്ക് ആ കുന്നിൻ്റെ മുകളിലൊന്നും പോയി താമസിക്കാനൊന്നും വയ്യ, എനിക്ക് അവിടെ പ്രവർത്തിക്കാനൊക്കെ ഇഷ്ടമാണ്, പക്ഷേ കുന്നിൻ്റെ മുകളിലൊന്നും പോയി എനിക്ക് താമസിക്കാനൊന്നും വയ്യ, അവിടെ എങ്ങനെ മനുഷ്യൻ കയറിപ്പോവും. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ അവിടുത്തെ ടൗണിലെ ഒരു വീട് വാങ്ങിച്ച് അവിടെ താമസിക്കാം, അവിടെ താമസിച്ച് ഞാൻ ഏരിയയിലെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നടത്താം. അപ്പോൾ അവൻ അവിടെ വന്നു. അപ്പം പ്രായമായ വൃദ്ധനായ മനുഷ്യൻ മുകളിൽ തന്നെ ഉണ്ട്, ഏത് ആ കുന്നിൻ്റെ മുകളിൽ തന്നെ താമസിക്കുക. അപ്പോൾ ഒരു ദിവസം ഇവൻ ചിന്തിച്ചെന്നാൽ ഈ പ്രായമായ മനുഷ്യനെ ഒന്ന് പോയി കാണാം, ഒത്തിരി ആളുകളോട് വന്ന് പ്രവർത്തിച്ചതല്ലേ. അപ്പോൾ ഇവൻ താമസിക്കുന്നത് ടൗണിലാണ്. അപ്പോൾ അങ്ങനെ അവന് ആ ടൗണിൽ പോയി, ടൗണിൽ നിന്ന് കുതിരപ്പുറത്ത്, ഞാൻ പറഞ്ഞല്ലോ കുതിരപ്പുറത്തായി പോകുമെന്ന് പറഞ്ഞല്ലോ, കുതിരപ്പുറത്ത് ഈ ആളെ കാണാനായിട്ട്, മിഷണറിയെ കാണാനായിട്ട് പോയി. ഞാൻ പറഞ്ഞല്ലോ ഒരു സൈഡ് ഭയങ്കര മലയും മറ്റൊരു സൈഡ് വലിയ ഗർത്തമാണ്. ഈ പോന്ന പോക്കിന് ഇവൻ്റെ കുതിര കാല് തെറ്റി. ദൈവത്തിൻ്റെ കരുണ കൊണ്ട് ഇവന് ഇടത്തോട്ട് മറിഞ്ഞ് വീണു, കുതിര വലത്തോട്ട് പോയി, കുതിര ചത്തുപോയി. കുതിര വലിയ കുഴിക്കകത്ത് വീണങ്ങ് ചത്തുപോയി. ഇവൻ അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് ഒരു രീതിയിൽ ദേഹമെല്ലാം മുറിഞ്ഞ് നടന്ന് ക്ഷീണിച്ച് നേരെ ഈ പഴയ മിഷണറിയുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞു, പ്രൈസ് ദ ലോർഡ്, കർത്താവ് വലിയ അപകടത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന് രക്ഷിച്ചു. ആ കുതിരയോട് ഞാൻ വലത്തോട്ട് പോയായിരുന്നെങ്കിൽ ഞാൻ ആ കുഴിക്കകത്ത് വീണ് പോയേനെ, പക്ഷേ ദൈവത്തിൻ്റെ മഹാകരുണ, കർത്താവിനെ രക്ഷിച്ചു, പ്രൈസ് ദ ലോർഡ്. അപ്പം മിഷനറി ഓക്കെ വെരി ഗുഡ്. അപ്പോൾ ഇവനങ്ങ് ദേഷ്യവും സങ്കടവും എല്ലാം കൂടെ, ഇത്രയും വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചിട്ട് ഇയാളെന്തുവാടാ ഒരു സ്വോത്രം പോലും, വലിയ ഒരു സ്വോത്രമല്ല, നല്ലൊരു ഒച്ചത്തിലൊരു സ്വോത്രം പറയാത്തത്. അപ്പോൾ ഇവൻ ചിന്തിച്ചു ഇയാളുടെ അസൂയ കൊണ്ടാണ് കാര്യം, ഇയാളെ റീപ്ലേസ് ചെയ്യാൻ എന്നെ ഇപ്പം മിഷൻ പറഞ്ഞു വിട്ടതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇയാളുടെ അസൂയ കൊണ്ടാണ്. എന്നിട്ട് ഇവൻ ചോദിച്ചു, മിഷണറി ഇത് ഭയങ്കര കഷ്ടമാണ് കേട്ടോ, നിങ്ങൾ ഇങ്ങനെയാണെന്നൊന്നും ഞാൻ ചിന്തിച്ചില്ല, ഞാൻ ഇത്രയും വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നിട്ട് നിങ്ങൾക്ക് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാലെന്താ? പിന്നെ അദ്ദേഹം ചോദിച്ചു, മോനെ നീ ആദ്യമായിട്ടല്ലേ ഇവിടെ വരുന്നത്? അതെ. നിനക്കറിയാമോ 40 വർഷമായിട്ട് ഞാനിവിടെ താമസിക്കുക? എനിക്കറിയാം. പക്ഷേ ഈ 40 വർഷങ്ങളിലും ഞാൻ ഈ ടൗണിൽ നിന്ന് കുതിരപ്പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെയുള്ള അപകടത്തിൽ ഞാനും പെട്ടു പോകാമായിരുന്നു. എല്ലാ ദിവസവും ഇവിടെ വന്നു കഴിയുമ്പോൾ എന്നെ അപകടം കൂടാതെ രക്ഷിച്ച കർത്താവിന് ഞാൻ ഒച്ചത്തിൽ സ്തോത്രം പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. 40 വർഷം അപകടത്തിൽ പെടാതെ എന്നെ സൂക്ഷിച്ച ദൈവമാണ് ഇന്ന് നിന്നെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചത്. അപ്പം നമ്മുടെ പ്രശ്നം, അപകടത്തിൽ നിന്ന് രക്ഷിച്ചാലേ നമുക്ക് സ്തോത്രം വരത്തുള്ളൂ, അപകടം കൂടാതെ രക്ഷിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല. അതൊരു വലിയ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ചെറിയ കാര്യങ്ങളിലും ദൈവപ്രവൃത്തി നമ്മൾ മനസ്സിലാക്കണം. അപകടം കൂടാതെ നമ്മളെ സൂക്ഷിച്ച കർത്താവിന് നന്ദി പറയണം. അപകടം വരുമ്പോൾ നമുക്ക് നന്ദി പറയാം, പക്ഷേ അപകടം കൂടാത്ത സമയത്തും അതാ ദൈവ സാന്നിധ്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കുമ്പോൾ, രോഗം വരുമ്പോൾ നമ്മൾ സ്തോത്രം പറയണം, രോഗം വരാത്തപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? സ്തോത്രം പറയണം. അപകടം ഉണ്ടാകുമ്പോൾ സ്തോത്രം പറയണം, അപകടം ഇല്ലാത്തപ്പോഴും എന്ത് ചെയ്യണം? ദൈവത്തിന് നന്ദി കരയറ്റണം. കാര്യം നമ്മുടെ ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളിലും വലിയ കാര്യങ്ങളിലും പ്രവർത്തിക്കുന്നത് ദൈവമാണ്. ഇനി പഴയ കഥയിലേക്ക് വരാം. പഴയ കഥയിൽ ഈ മനുഷ്യൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറഞ്ഞു. കർത്താവേ, ഞാൻ ഒറ്റയ്ക്കാണെന്നാണല്ലോ ഞാൻ ചിന്തിച്ചത്, പക്ഷേ ആ സമയത്തെല്ലാം നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, ഞാൻ കണ്ടില്ലെന്നേ ഉള്ളൂ, ഞാൻ കാണാഞ്ഞപ്പോഴും നീയാണല്ലോ എന്നെ സഹായിച്ചത്, നീ ആയിരുന്നല്ലോ എനിക്ക് കൂട്ടാളിയായിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞ് അവൻ നന്ദി പറഞ്ഞു. അപ്പോൾ വീണ്ടും യാത്ര തുടരുകയാണ്. അവൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ പാതയിലൂടെ കർത്താവ് അവനെ കൊണ്ടുപോയി. അത് വഴുവഴുപ്പുള്ള വലിയ പാടസ്ഥലങ്ങൾ,
പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഉരുളൻ കല്ലുകളും തെന്നലുള്ള വഴുവഴുപ്പുള്ള പാറ സ്ഥലങ്ങളിലൂടെ ഇവൻ കടന്നുപോയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പാറ സ്ഥലം എന്നുള്ളതല്ല, ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധികളിലൂടെ ഇവൻ കടന്നുപോയ പാതകളെ കർത്താവ് അവന് കാണിച്ചു കൊടുത്തു. പക്ഷേ ഇവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു ആളിൻ്റെ പാദമുദ്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവന് സങ്കടവും ദേഷ്യവും എല്ലാം കൂടെ വന്നു. നമുക്ക് സങ്കടം വന്നാലും കർത്താവിനോട് ആ സങ്കടം ഒന്ന് പറയണം. ഇച്ചിരി ദേഷ്യം വന്നാൽ അതും പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഈ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാളും നല്ലതാണ് കർത്താവിനോട് നമ്മുടെ മനസ്സിലുള്ള സങ്കടവും ദേഷ്യവും ഒക്കെ പറയുന്നത്. എനിക്ക് ഈ സങ്കീർത്തനങ്ങളോടുള്ള ഏറ്റവും വലിയ ഇഷ്ടം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സിലുള്ളത് മൊത്തം അങ്ങ് പറയുവാങ്ങ്. യഹോവേ എത്രത്തോളം, ഇതെന്തോ പരിപാടിയാണ് എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നതിന് തുല്യമായ വാക്കാണ്. എത്രത്തോളം, ഇത് എത്രത്തോളം, ഇതെന്തോ ഇത്, അങ്ങനെയൊക്കെ ചോദിച്ചാലും ദൈവം പിണങ്ങത്തൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അത് കർത്താവിനോട് പങ്കുവെക്കുക, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവൻ പറഞ്ഞ്, കർത്താവേ ഇതെന്ത് പണിയാണ് കാണിച്ചേ, എനിക്ക് വലിയ അത്യാവശ്യമൊന്നും ഇല്ലായിരുന്നു. ഈ സമുദ്രതീരത്തൂടെ നടന്നപ്പം എനിക്കൊരു കൂട്ടിൻ്റെ ഒന്നും വലിയ അത്യാവശ്യമൊന്നും ഇല്ലായിരുന്നു, എന്നിട്ടും നീ എൻ്റെ കൂടെ നടന്നു. ഇവിടെ ഞാൻ തകർന്നു പോകേണ്ടതായ സാഹചര്യത്തിൽ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തോന്നിയപ്പോഴത്തേക്ക് നീ എന്നെ ഇട്ടേച്ച് പോയത് ഭയങ്കര കഷ്ടമായിപ്പോയി. ഞാൻ കർത്താവ് ചോദിച്ചു, ഞാൻ നിന്നെ ഇട്ടേച്ച് പോയോ? അതെന്താ നീ പറയാൻ കാര്യം? നോക്ക്, അവിടെ എൻ്റെ കാൽപാദങ്ങൾ മാത്രമേ ഉള്ളല്ലോ, നീ എവിടെ ആയിരുന്നു? എന്നാൽ കർത്താവ് പറഞ്ഞു, മോനെ നിനക്ക് തെറ്റി, അത് നിൻ്റെ കാൽപാദങ്ങളല്ല, അത് എൻ്റെയാ. ഇതിലെ നിനക്ക് നടക്കാൻ കഴിയില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നിന്നെ എൻ്റെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അത് നിൻ്റെ കാൽപാദങ്ങളല്ല, നിൻ്റെ മുദ്രകളല്ല, കാൽപാദ മുദ്രകളല്ല, അത് എൻ്റെ കാൽപാദ മുദ്രകളാണ്. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെയും പ്രയാസങ്ങളുടെയും സ്ഥാനത്ത് നമ്മളെ ദൈവം കൈവിടുന്നില്ല. ഒരുപക്ഷെ വലിയ പ്രതിസന്ധികളൊന്നും ഇല്ലാത്തപ്പോൾ അവൻ നമ്മുടെ കൂടെ നടക്കുമെങ്കിൽ പ്രതിസന്ധികൾ വർദ്ധിച്ചു വരുന്നതായ സാഹചര്യത്തിൽ അവൻ നമ്മളെ കരങ്ങളിലെടുത്ത് അവൻ നടക്കും. നമുക്ക് നടക്കാൻ വയ്യാത്ത സാഹചര്യത്തിൽ ചിലപ്പോൾ കർത്താവ് നമ്മളെ താങ്ങി നടത്തും, ചിലപ്പോൾ എടുത്തുകൊണ്ട് നടക്കും. താങ്ങി നടത്തുന്നത് തന്നെ നല്ല കാര്യമാണ്, ഇല്ലെന്നല്ല. പക്ഷേ താങ്ങിയാൽ പോലും നടക്കാൻ വയ്യാത്തൊരു സാഹചര്യമാണെങ്കിൽ കർത്താവ് എന്ത് ചെയ്തോളും? എടുത്തുകൊണ്ട് നടന്നോളും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണ. അല്ലാത്തപ്പോഴും തുണയാണ്, പക്ഷെ കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണ. ആ സാഹചര്യം അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പലപ്പോഴും കഴിയുന്നത് നമ്മുടെ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലുമാണ്. കർത്താവിൻ്റെ ആ സാന്നിധ്യം, കർത്താവിൻ്റെ ആ സാമീപ്യം, അവിടെ നമ്മൾ റിബല്യസ് ആകരുത്. നമ്മൾ കർത്താവിനോട് അതിനുള്ള ജ്ഞാനം, വാസ്തവത്തിൽ യാക്കോബ് പറയുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ അടുത്ത് ജ്ഞാനം കുറവാണെങ്കിൽ, പക്ഷേ അതിൻ്റെ മുകളിലത്തെ വാക്യവുമായിട്ട് ബന്ധപ്പെടുത്തുകയാണ്. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നേരത്തെ. നിങ്ങൾ നാനാവിധമായ പരിശോധനകളിലൂടെ കടന്നു പോകുമ്പോൾ എന്ന് പറഞ്ഞ് പരിശോധനകളെക്കുറിച്ച് പറയുമ്പോഴാണ് പറയുന്നത് നിങ്ങളുടെ അടുത്തിന് ജ്ഞാനം കുറവാണെങ്കിൽ. അല്ലാതെ നമ്മളെ ഭാഷ പറയുന്ന ഇൻ്റലിജൻസോ ഒന്നും അല്ല അവിടുത്തെ വിഷയം എന്ന് പറയുന്നത്, നോളജൊന്നും അല്ല. അവിടുത്തെ വിഷയം ഇതാണ്, ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ എങ്ങനെ നേരിടണമെന്നുള്ള ജ്ഞാനം നിങ്ങൾക്കില്ലെങ്കിൽ നീ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ എന്താ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? നീ ഇതിൽ നിന്ന് എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് എന്ത് ട്രാൻസ്ഫോർമേഷനാണ് ഉണ്ടാകേണ്ടത്? ഇതെന്നെ എൻ്റെ ജീവിതത്തിൽ എന്ത് പരിവർത്തനം വരുത്താനാണ് നീ എനിക്കിത് തന്നിരിക്കുന്നത്? അപ്പോൾ കർത്താവ് പറയും, മോനെ നിൻ്റെ ജീവിതത്തിൽ ഇന്ന ഇന്ന കാര്യങ്ങളിലൂടെ നീ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ നിന്നെ ഒന്നുകൂടെ ഞാൻ എക്യുപ്പ് ചെയ്യണം, നിന്നെ ഒരു ശുശ്രൂഷ. ഇപ്പം അങ്ങനെയുണ്ട്. ഈ ട്രയൽസ് എന്ന് പറയുന്ന പലപ്പോഴും ട്രയൽസ് ട്രെയിനിങ്ങിലൂടെയാണ്. ട്രെയിനിങ് എന്തിനാണ് നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നത്? ഒരു മിഷൻ ഉണ്ടെങ്കിൽ ആ ട്രെയിനിങ്ങിലൂടെ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ടെങ്കിലാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. അത് കഠിനമായ ട്രെയിനിങ് ചിലപ്പോൾ തന്നിരിക്കും. ഈ കമാൻഡോസിനൊക്കെ, ഇപ്പോൾ ഈ കമാൻഡോസിൻ്റെ ട്രെയിനിങ്ങിനെ കുറിച്ചൊക്കെ ഞാനിങ്ങനെ വായിച്ചറിഞ്ഞിട്ടുണ്ട്. അതായത് ഒരു തന്നെ പട്ടാളത്തിൽ കയറി കഴിഞ്ഞാൽ പട്ടാളത്തിന് കൊടുക്കുന്ന ട്രെയിനിങ് തന്നെ ഒത്തിരി വലിയ ട്രെയിനിങ്ങാണ്. പക്ഷേ ചിലരെ കമാൻഡോസായിട്ട് ഇവർ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ സാധാരണ പട്ടാളക്കാരൻ്റെ 5 ഇരട്ടി കഷ്ടപ്പെടുത്തിയാണ് അവൻ്റെ ട്രെയിനിങ്. സാധാരണ പട്ടാളക്കാരന് മാർച്ച് ചെയ്തൊക്കെ പോയാൽ മതി, പക്ഷേ കമാൻഡോ ആണെങ്കിൽ
മുള്ളിനകത്തൂടെ എഴയണം, വെള്ളത്തിനകത്ത് ചാടണം, കുപ്പിച്ചിലിനകത്തൂടെ നടക്കണം, 40 കിലോമീറ്ററൊക്കെ നടക്കണം. അപ്പം സാധാരണ പട്ടാളക്കാരൻ പറയും, ദൈവത്തിൻ്റെ കാരണമുണ്ട് എനിക്ക് അങ്ങനത്തെ വലിയ ശോധനയൊന്നും ഇല്ല. അവൻ പട്ടാളത്തിൽ ചേർന്നപ്പോൾ തൊട്ടേ എന്തൊരു പ്രശ്നങ്ങളാണ് അവൻ അനുഭവിക്കുന്നത്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, എന്തെങ്കിലും കാര്യമായ നിലയിൽ എന്തെങ്കിലും ഒരു ദൗത്യം ഫലമേൽപ്പിക്കണമെങ്കിൽ സാധാരണ പട്ടാളക്കാരനെ ഏൽപ്പിക്കത്തില്ല. ആരെ മാത്രമേ ഏൽപ്പിക്കത്തുള്ളൂ? കമാൻഡോയെ ഏൽപ്പിക്കത്തുള്ളൂ. അത് ഓർത്തോണം. സാധാരണക്കാരെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തതായ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മളെ എക്വിപ്പ് ചെയ്യത്തക്ക രീതിയിലുള്ള കഠിനമായ ശോധനയിലൂടെ കർത്താവ് നമ്മളെ കടത്തിവിടും. അപ്പോൾ പരിശോധന കൂടുമ്പോൾ മനസ്സിലാക്കണം, ഇതിൻ്റെ അപ്പുറത്ത് വലിയൊരു ദൗത്യം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ.